ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി നമ്മളെ ചിരിപ്പിക്കാനായി നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട 3 പേരാണ് എത്തുന്നത്. നമുക്ക് അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം അഞ്ജു, വിഷ്ണു ആൻഡ് രാജേന്ദ്രൻ ചേട്ടൻ. എന്റെ ദേവിയെ, ഒരുപാട് പെണ്ണ് കണ്ടിട്ട് എന്റെ കൊച്ചിനൊരു കല്യാണം ഉറച്ചത്. കണ്ണു കടിയും അത്ര ഏൽക്കാതെ എന്റെ കൊച്ചിന്റെ കല്യാണം നടത്തി തരണേ എന്റെ ദേവിയെ. അതെ അമ്മ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്തുവാടാ? ഇപ്പൊ കല്യാണം വേണോ? വേണ്ട. ഇപ്പൊ കല്യാണം വേണ്ട. രക്ഷപ്പെട്ട്. ഈ നട്ടുച്ച സമയത്ത് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടില്ല, പന്തൽ ഒരുക്കിയിട്ടില്ല, ഭക്ഷണം പോലും ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച കല്യാണ ഡേറ്റ് തീരുമാനിച്ചാൽ മതി. അമ്മ, എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് വർത്താനാടാ നീ പറയുന്നത്? നിന്റെ അച്ഛനെ നിന്റെ പ്രായത്തിൽ 2 കെട്ടി, എന്നിട്ടും നിർത്തിയോ? വീണ്ടും കെട്ടാൻ നിന്ന്. അങ്ങനെ കെട്ടാൻ നിന്ന മനുഷ്യനെ പിടിച്ചു കെട്ടാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. അങ്ങനെയുള്ള തന്റെ മോനാണ് നീ. ആഴ്ചേർക്ക എന്റെ പൊന്നമ്മേ, ഞാനൊന്ന് സെറ്റിൽഡ് ആയിട്ട് പോരെ, കല്യാണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, അവന്റെ ഒരു സെറ്റില് നിന്റെ കൂടെ പഠിച്ച ചെറുക്കൻ വിനു കെട്ടി 3 മക്കള്, ഷിബു കെട്ടി 2 മക്കള്, എന്തിനാ ദ്വീപ് വരെ കെട്ടി, ഒരു കൊച്ചുണ്ട് അവന്. എന്റെ ദൈവമേ, ഓരോരുത്തന്മാരെ ഓരോന്ന് കാണിച്ചു നോക്കി. ഇതിനൊക്കെ ഞാനാണല്ലോ അനുഭവിക്കുന്നത്. എടാ ചെറുക്ക, അമ്മയ്ക്കും ഇല്ലേടെ ആഗ്രഹങ്ങള് ഒരു പേരക്കിടാവിനെയൊക്കെ കാണാൻ? വാ, നമുക്ക് ആ സദാശിവ മാമന്റെ വീട്ടിലോട്ട് പോവാം. അവിടെ എന്തൊരു? അവിടെ ഒരു പേരയിൽ ഒരു കിടാവിനെ കെട്ടിയിട്ടുണ്ട്. അത് കണ്ടെങ്കിലും ഒന്ന് സായൂജട. 10-35 പെണ്ണ് കണ്ട് അറിയാലോ. നിന്നെ കൊണ്ടുപോയി പെണ്ണ് കാണിച്ച് ആ ബ്രോക്കറിന് ഷുഗർ പിടിച്ചപ്പോ ആശുപത്രി കിടക്കുക. കണ്ട വീടുകളിൽ പോയി ലഡുവും ജിലേബിയും തിന്നതിന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ദാക്ഷായണി ആരാണെന്ന് നീ അറിയും. നീ നോക്കിക്കോ. അയ്യോ, ഒന്നുമില്ലേ? എടി ശീലേ, എടി ഒരുമ്പിട്ടവളെ, നിന്റെ നാക്ക് പോലെ തന്നെടി. നീ കുഷ്ഠം വന്ന് നീ ചാവോടി. ആരാണ് രാവിലെ ഈ പ്രാകണത്? എടാ, ഓമന വീട്ടിലെ കോഴി മെനഞ്ഞാന്ന് വന്ന് ഇവിടെ മുട്ടയിട്ട്, ഇന്നലെ വന്ന് മുട്ടയിട്ട്, ഇന്ന് ഇത് മുട്ടയിടാതെ തിരിച്ചിറങ്ങിപ്പോയി. അതിനെന്തിനാ ശീലാണ് തെറി പറയുന്നത്? ഈ 2 ദിവസം ഈ കോഴി ഇവിടെ വന്ന് മുട്ടയിടണത് ഇവള് കണ്ട്. അത് ഇന്ന് വന്നപ്പോഴത്തേക്ക് അതിന്റെ അടുത്ത് എന്തോ പറഞ്ഞു കൊടുത്ത്, അതാണ് ഈ കോഴി ഇവിടെ നിന്ന് മുട്ടയിടാതെ ഇറങ്ങിപ്പോയത്. ഇതൊക്കെ ഒരു കാരണമാണോ? എനിക്ക് ഇതൊക്കെ ഒരു കാരണമാണ്. നശിച്ചു പോകൂ. എന്റെ അമ്മയെ സൈനൈഡിന് കൈയും കാലും വെച്ചോളൊരു തള്ള എനിക്ക് മാത്രമേ കിട്ടത്തുള്ളത്. എന്തൊക്കെ ഞാനായിട്ട് ഈ കല്യാണം മുടക്കി കഴിഞ്ഞാൽ എന്നെ പൊക്കും ചേട്ടാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, വേറെ ഉണ്ട്, എന്റെ ആളുണ്ട്. ഹലോ, മിമിക്രി ആർട്ടിസ്റ്റ് മദൻലാൽ അല്ലേ? അതെ, ഞാൻ ജീർണജനാണ് സംസാരിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോ. ചേട്ടാ, ഒന്ന് ഇവിടം വരെ വരാവോ? എനിക്കൊരു കാര്യം പറയാനായിട്ടാ. അയ്യോ, നടക്കത്തില്ല. ഞാൻ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുന്നു. അയ്യോ, എന്നാ ഒരു കാര്യം ചേട്ടാ, ആ ജംഗ്ഷൻ വരെ ഒന്ന് വരാം, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞു, എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന്. എന്നാ ഒരു കാര്യം ചേട്ടാ, ചേട്ടന്റെ വീടിന്റെ വാർക്കയിലോ ചേട്ടാ, ഒന്ന് പുറത്തോട്ട് വാ. ഇയാളോടല്ലേ ഞാൻ ഈ പറയുന്നത്, ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുവാന്ന്. ആ ശരി ചേട്ടാ, സാരമില്ല. വേറൊന്നുമല്ല, ചേട്ടന്റെ പ്രോഗ്രാം ഒക്കെ കണ്ട് ആരാധകയായ എന്റെ മാമനും മാമിയും മാമിയുടെ പെമ്മക്കളും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫോട്ടോ എടുക്കണമെന്നോ സംസാരിക്കണമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാനിപ്പോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ? ശരിയെന്നാ ആണ്ട് ആളിവിടെ വന്നു. ഇതെങ്ങനെ റോട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ ഇത്ര സ്പീഡിൽ കൂടെ വരികയല്ലോ. ഞാൻ ആ മുള്ളുവേലി കൊത്തി ചാടിഞ്ഞു പോയിരുന്നു. മുള്ളുവേലി ചാടിയോ? ഇതാരീ നോക്കണത്? മാമിയും കുഞ്ഞമ്മയൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നെന്ന് പറഞ്ഞ്. അവർ ഇന്നലെയാണ് വന്നത്. ഇന്നലെയാണോ വന്നത്? എനിക്ക് അങ്ങ് ഉറക്കം വരുന്നത്. എനിക്കൊരു സഹായം വേണം. പറഞ്ഞോ. അണ്ണനെ ഞാൻ ഇന്നലെ ഒരുപാട് തവണ വിളിച്ചു, അണ്ണ ഫോണിലെത്തില്ല. ഞാൻ IPL കണ്ടോണ്ടിരുന്നേ, നെരുപ്പ് കളിയായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? പഞ്ചാബും ഫ്രൈഡ് റൈസും. ഫ്രൈഡ് റൈസോ? ഈ ഓറഞ്ച് കളർ ടീഷർട്ട് ഒക്കെ ഇട്ട് സൺറൈസേഴ്സ്. വായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നീ വിളിച്ച കാര്യം പറ. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ആണെങ്കിൽ നിന്റെ അച്ഛൻ എന്തോ എന്റെ വായന അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഒരേ നിർബന്ധം. രാവിലെ പെണ്ണ് കാണാൻ പോയേക്കുന്നു, അവിടെ വാക്ക് കൊടുത്തിട്ട് വന്നേക്കുവാ. എടാ, നീ ഇവിടെ കുറെ നാള് കൊണ്ട് കാളാളിച്ച് നടക്കുമല്ലേ, പോയി കെട്ടണം. എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. ആഹാ, അപ്പൊ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് ചോദിക്കുക. എന്നാ? നിനക്ക് വല്ല അമ്പയറും ഉണ്ടോടാ? അമ്പയറോ? അതിനത് ലവ് പ്രേമം എന്നൊക്കെ പറയണേ അഫയർ ആണ് ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഒന്നുമല്ലെങ്കിൽ പിന്നെ നിനക്ക് കെട്ടിക്കൂടെ? എന്റെ പൊന്നു കേട്ടാ, കെട്ടാൻ പറ്റത്തില്ലെന്ന്. പെണ്ണെങ്ങനുണ്ട്? മത്തര മാറ്റി ഒരു കാര്യം ചെയ്യാം, മത്തര മാറ്റി 9 ഇല്ല പറ. പെണ്ണെങ്ങനുണ്ട്? അത് നല്ല കൗണ്ടറായിരുന്നു, പോയെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ പോയി കല്യാണം കഴിക്കാൻ നോക്ക്. എന്റെ പൊന്നു കേട്ടാ, കെട്ടാൻ പറ്റൂല. പെണ്ണിന് എന്നെക്കാളും ഹൈറ്റ് കൂടുതലാണ്. ഈ വണ്ണം പൊക്കൊന്നും ആരും നോക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല ഈ കാലത്ത്. നോക്കൂ, ഒരു കൈകാലം പാലിച്ചിരിക്കണം എപ്പോഴും. അതെന്തിനാ? ഒരു കൈകാലം പാലിച്ചു നിന്ന് കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന്.
സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കും അല്ലേ? അത് തന്നെ. അതും ചീറ്റിപ്പോയി. എനിക്ക് എങ്ങനെയെങ്കിലും ചേട്ടൻ ഈ കല്യാണം ഒന്ന് മുടക്കി തരണം. അടാ ഒരുമാതിരി അനാവശ്യം പറയാൻ എന്നോട്. എടാ പെണ്ണുങ്ങളുടെ കല്യാണം മുടക്കുന്നതാണ് എന്റെ രീതി. ഞാൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു കലാകാരനല്ലോടാ. എന്നെ വിളിച്ച് നീ ആക്ഷേപിക്കുന്നു. മേലെ ഇമാതിരി പണി കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. പറഞ്ഞു ഞാൻ ഒരു 2 എണ്ണം അടിക്കാൻ വേണ്ടിയാ സുരേഷൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അതും പോയി എന്റെ ദൈവമേ. എന്താണോ വിഷയം? ആ ഇങ്ങോട്ട് വന്നേ. എന്തുവാ ഇങ്ങോട്ട് വാ. ദാണ്ട ഇത് കണ്ടോ? നോക്കട്ടെ. ഇത് ചെറിയൊരു വിഷയം വന്നായിരുന്നു. ദാണ്ട അതാ എന്റെ അമ്മാവ വിളിച്ചെന്റെ ബാക്കിയാണ് ഇത്. നിങ്ങളെടുത്ത് വന്നിട്ട് ഈ കല്യാണം ഒന്ന് മുടക്കിത്താ. എടാ നീ എന്നെ മദ്യം കാണിച്ച് പ്രലോഭിപ്പിക്കാൻ നോക്കുന്നില്ലയോ? എടാ മേല ഇമാതിരി പണി കൊണ്ട് എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഈ മദ്യത്തിന് വേണ്ടി നല്ലൊരു പെങ്കത്തിന്റെ കല്യാണം ഞാൻ മുടക്കണമെന്നോ? എന്തുവാടാ നീ പറയുന്നേ? ഒന്നും അല്ലെങ്കിൽ ഞാനും നിന്റെ അച്ഛനെ ഒരുമിച്ച് പഠിച്ചില്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചു. നീ ഒന്നും പറയണ്ട. ഇമാതിരി ചെറ്റപ്പണിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. പറഞ്ഞു കേട്ടോ. ഇന്ന് കാണിച്ചിരിക്കട്ടെ. മേലാൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ചെയ്യരുതായിരുന്നു. സുരേഷേ 2 പെങ്കൊണ്ടെന്ന് നീ പറഞ്ഞില്ലയോ? അത് നീ അങ്ങ് അടിച്ചോ. ആ കാട്ടക്കരി ആർക്ക് വേണം? ഞാനൊരു നല്ല സാധനം ഉണ്ട്. ഞാൻ അങ്ങ് അടിച്ചോളാം. ശരി. നീ എന്താ ഈ കാണിക്കലേ? ചേട്ടനല്ലേ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന തെറ്റാണ്. എന്താ ദൈവമേ ഇരിക്കട്ടെ മേലാൽ ആവർത്തിക്കരുതെന്ന്. ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ എടാ ഇന്ന് ചെയ്ത ഇരിക്കട്ടെ. ഇനി മേല ചെയ്യില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? ചേട്ടൻ 2 എണ്ണം അടിച്ചാ പോരെ. അതിന് ഞാൻ വഴി ഉണ്ടാക്കി തരാം. എന്ത് വഴി? എന്റെ പൊന്നു ചേട്ടാ, ഈ കല്യാണം എങ്ങനെയാലും മുടക്കി തന്നാ ചേട്ടന് ഞാൻ 10 എണ്ണം മേടിച്ചു തരാം. എടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൈസ് തോന്നിയ സോണ്ട് എന്റെ മുമ്പിൽ വരരുത്. ചേട്ടൻ ഒന്ന് സമാധാനപ്പെട്ടെ. എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേട്ടെ. ചേട്ടാ ഉദാഹരണം, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിന് ആ പെൺകുട്ടി ഞാനുമായിട്ട് മനസ്സിലൊരു സ്നേഹം കാണുമോ? കാണുമൊന്നും ഇല്ലെന്ന് പറ. അപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാ അത് വിഷയമാവോ? വീട്ടുകാരറിയുവോ? അറിയും. അത് സ്റ്റേഷനിൽ ചെല്ലുവോ? അത് കോടതിയിൽ പോവോ? അവിടുന്ന് സാക്ഷി പറയാൻ നിങ്ങളെ വിളിക്കുവോ? വിളിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം ഉണരും. അന്ന് മുടക്കിയാ മതിയായിരുന്നു, ഇന്ന് ഇത്രയും വരെ എത്തിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പൊ ആരാ കല്യാണം മുടക്കണ്ടേ? ഞാനാ മുടക്കണ്ടേ? ഞാൻ മുടക്കാം. ഒരു കാര്യം ചെയ്യ്. ഫോൺ എടുക്ക്. ഫോണോ? നമ്പർ പറ. ഇതെന്നെ ഫോണിനെ കൊഞ്ഞനം കുത്തുന്നത്? കൊഞ്ഞനം കുത്തിയതല്ല, ഫോൺ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടേക്കുന്നതാ. എന്തിനാ ഇങ്ങനത്തെ സ്ക്രീൻ ലോക്ക്? എടാ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ രാത്രി പെണ്ണുമ്പിള്ള എടുത്തോണ്ട് വന്ന് എന്റെ മുഖത്ത് വെച്ച് കാണിച്ചേച്ച് എടുക്കും. അവള് ലോക്ക് അഴിക്കത്തില്ല. പെരിയ ആള്. അയ്യോ. അതുകൊണ്ട് കാര്യം ചെയ്യ്. ആ നമ്പർ ഇട്. 86 86 06 06 818 818 4. പെണ്ണിന്റെ പേര് മഞ്ജുഷ എന്നാണേ. അത് ഓർമ്മിപ്പിച്ച കാര്യമായി. ഹലോ, മഞ്ജുഷയുടെ വീടാണോ? നമ്മുടെ ഒരു വാവളം താൻ രാവിലെ അവിടെ നിന്ന് പെണ്ണ് കിട്ടിയായിരുന്നോ? ദയവ് ചെയ്ത് ആ ചെറുക്കനെ നിങ്ങൾ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കരുത്. മദ്യപാനി ആണോന്നോ? മദ്യപിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് കിട്ടാത്തപ്പോഴാണ് മദ്യപിക്കുന്നേ. അത് തന്നെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണോ, അവന് നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ നോക്കിക്കോ. പടപെടാൻ നിനക്ക് വീട്ടിൽ കോള് വരും. തുടക്കത്തിലെ പോയെങ്കിൽ എന്ത് ഇവിടെ ഇട്ട് പിടിച്ചല്ലേ? അതാ ഞാൻ 3 എണ്ണിക്കോ. ഇപ്പൊ വരും കോള്. 1 2 3. ഹലോ, അതേ ദാക്ഷായണിയാണ്. ഇത് ആര് പറഞ്ഞ്? എന്റെ മോനെ കുറിച്ചാണോ? കല്യാണം വേണ്ടെന്നോ? അയ്യോ ഫോൺ വെക്കല്ലേ. ഞാനൊന്ന് പറയുന്നേക്ക്. അയ്യോ വെക്കല്ലേ, ഫോൺ വെക്കല്ലേ. കല്യാണം മുടങ്ങി. നന്ദിയുണ്ട്. താങ്ക്സ് മാരാർ. താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് എങ്ങനെ ഇരിക്കുന്നു? അടിപൊളിയാണ്. ഞാൻ തൊടാ നിന്റെ അമ്മ നട്ടുച്ചയ്ക്ക് വിളക്ക് കത്തിച്ചോണ്ട് വരുന്നേ. എന്തോ വന്തികേടുണ്ട്. എന്റെ ചാത്തന്മാരെ, എന്റെ കൊച്ചിന്റെ കല്യാണം മുടക്കിയവൻ ചോര തുപ്പി 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 എന്റെ മുമ്പ് വന്ന് നിക്കണേ. എന്റെ ചാത്തന്മാരെ, ചുമ്മാ ഇന്നലെ രാത്രി പരിപാടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവന്റെ കയ്യും ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ചെറിയും കോണി അവൻ എന്റെ മുമ്പ് കൂടെ ഇവിടെ കൊണ്ട് നിർത്തണേ ദേവിയേ. അത് മാത്രല്ലടാ, നിന്റെ കല്യാണം മുടക്കിയവൻ 24 മണിക്കൂറിനകം അവന്റെ കുടുംബം നശിച്ച് നാരായ അവന് എന്റെ വാക്ക ഭഗവതി. ഇതൊക്കെ ചുമ്മാ
ഇതെന്നെ കാണിക്കണത്? നിന്റെ അമ്മ പ്രാവിതല്ലേ, ഞാൻ ഒരു പ്രാക്ടീസ് അടിച്ച് നിൽക്കട്ടെ. ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലെന്ന്. ഇല്ലെന്നേ. നിന്റെ അമ്മ പ്രാവിയെ വലിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വലിക്കത്തില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. വലിക്കാതെ അമ്മ പ്രാവി കഴിഞ്ഞാൽ ഞാൻ അല്ല, പറഞ്ഞു. എന്റെ അമ്മ പണ്ടുള്ളവരെ പ്രാഗിട്ടുണ്ട്. പക്ഷെ അത് അവരേറ്റിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ആ. പ്രാവിയെ വലിക്കുമെന്നാ ഞാൻ ചോദിച്ചേ. എന്റെ അമ്മയെ ഫലിച്ചിട്ടുണ്ടോന്നോ? എന്റെ പൊന്നു ചേട്ടാ, എന്റെ അമ്മയ്ക്ക് 18 വയസ്സുള്ള പ്രായം. എന്റെ അമ്മാവനും അമ്മയും കൂടെ തേങ്ങാവെള്ളത്തിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായി. അതിന്റെ പേര് അമ്മാവൻ ജയിച്ചു. ഒരെണ്ണം അമ്മ ചെയ്തെന്താന്നറിയാമോ? എന്റെ ദൈവമേ, ഇവന്റെ തല തേങ്ങാ വീട് വളർന്നു പോണേന്ന് പറഞ്ഞ് പ്രാഗി. എന്റെ പൊന്നു കേട്ടാ, എന്റെ പെരേടത്തിൽ തേങ്ങ പോയിട്ട് മാങ്ങ പോലും ഇല്ല. അപ്പുറത്തെ വീട്ടിലെ ബാബുവിന്റെ വീട്ടിൽ നിന്ന് തേങ്ങ അവന്റെ ടെറസിൽ വീണ് അവിടെ ഇടിച്ച് എന്റെ സൈനനെ ഇടിച്ചിട്ട് അമ്മാവന്റെ തലയെ വീണ് തല വളർന്ന് ചത്തുപോയിട്ടാ. കല്യാണം മുടക്കിയവൻ അവനേവനായിരുന്നു. അവന്റെ കുടുംബം വെണ്ണീറായി. അവൻ എന്റെ മുമ്പ് എന്റെ മുമ്പ് തന്നെ വീഴണം. നീ എന്തിനാണോ പേടിക്കുന്നത്? എടാ, ഇത് മാത്രമല്ല, 4 അമ്പലങ്ങളിൽ ഞാൻ അവനെ നേർച്ച വെച്ചിട്ടുണ്ട്. അവൻ ഇന്ന് ഇവിടെ വന്ന് ഉരുകിച്ചാകാനുള്ള വേല ഞാൻ ചെയ്തിട്ടേ അമ്മ വരുള്ളൂ. പേടിക്കാതെ. എനിക്കിപ്പോ ഒന്നും അറിയണ്ട, നീ കല്യാണം കഴിക്കണം. ഞാൻ കെട്ടണം. എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. എനിക്ക് കെട്ടാൻ പറ്റില്ല. ഞാൻ കെട്ടൂല. ഞാൻ കെട്ടൂല. എന്നെ നിർബന്ധിക്കരുത്. ഞാൻ കെട്ടൂല. ഞാൻ കെട്ടൂല. ഇതെന്റെ ജീവിത പ്രശ്നം. ഇതെന്റെ ജീവിത പ്രശ്നം. ഞാൻ കെട്ടൂല. നീ കെട്ടി നോക്കൂ. ഇല്ല. മര്യാദക്ക് ഞാൻ പറയാ, കെട്ടി നോക്കൂ. ചേട്ടാ, മര്യാദക്ക് ഞാൻ പറയാം, എനിക്ക് കെട്ടാൻ പറ്റൂല. നിന്റെ അമ്മ എത്ര അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു? 4. ഈ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14. ഈ 14 ജില്ലയിലും അമ്പലത്തിൽ ഞാൻ പോകൂടാ. എന്തിനാ? അമ്മയുടെ ബ്രാക്ക് നേടാതിരിക്കാനാ? അതല്ലടാ, പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് ഇല്ലടാ ഒരു കുടുംബം കുട്ടി. ചേട്ടാ, വിഷ്ണുവിന്റെ ഡയലോഗ് ഉണ്ട്, സൈനൈഡിനേക്കാൾ പ്രശ്നഹാരിയായ ഒരു തള്ള എന്ന്. എന്തായാലും സ്കിറ്റിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നേരെ പോകാം കാര്യക്കാരിലേക്ക്. അസീസിക, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? വിഷ്ണു, രാജേന്ദ്രൻ, അഞ്ജു നല്ല രസമായിരുന്നു കേട്ടോ. ഒരു മനോഹരമായിട്ടുള്ളൊരു ക്യൂട്ട് സ്കിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രാജേന്ദ്രൻ പൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാജേന്ദ്രൻ്റെ എക്സ്പ്രഷനും പിന്നെ അഞ്ജു പൊളിച്ചടിക്കട്ടെ, ഭയങ്കര രസം. നാടക ആർട്ടിസ്റ്റുള്ളാടോ, ഡ്രാമ അല്ലല്ലേ? പക്ഷെ ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണുവിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇവിടെ കണ്ടിട്ടുള്ളതാണ്. വിഷ്ണു കിടന്ന് പെടാപ്പാട് വിട്ടതൊക്കെ കണ്ടു ഞാൻ, നമ്മളെല്ലാം കണ്ടു മനസ്സിലാക്കി. കൊള്ളാം, അടിപൊളി സ്കിറ്റ്, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കൊള്ളായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ. വെപ്രാളം കൂടിപ്പോയി. പല സ്ഥലങ്ങളിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡയലോഗ് പോകാനുള്ള കാരണം അതാണ്, മെയിനായിട്ടുള്ള കാരണം. വെപ്രാളം കൂടിപ്പോയി, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോയി. കാര്യം ആ ടെമ്പോ ഒക്കെ ഈ മാറ്ററിന് നല്ലതാണ്, പക്ഷേ എങ്കിൽ പോലും ഡയലോഗ് പ്രസൻറ്റേഷന് ലെജിബിൾ ആയിരിക്കണം. നമുക്ക് നിങ്ങൾ പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പാകപ്പിഴകൾ ഇതിൽ സംഭവിച്ചുള്ളൂ. നല്ല ത്രെഡുമായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു. അഞ്ജു നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അഞ്ജുവിൻ്റെ ഭാഗത്തും വലുതായിട്ടൊന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വിഷ്ണുവും അങ്ങനെ വലുതായിട്ടുണ്ട്. രാജേന്ദ്രൻ്റെ ഭാഗത്താണ് കൂടുതൽ സ്പീഡ് കൂടിപ്പോയത്. രാജേന്ദ്രന് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ചെയ്തപ്പോൾ. ഞാൻ ഈ ടീം ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് ടീമായാലും കളിക്കാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ചെയ്യാം, ആരുടെ കൂടെ നിന്നും ചെയ്യാം. നല്ല രസമുള്ള ആർട്ടിസ്റ്റ്, നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ സ്പീഡ് കൂടിയതാണ് ആ പ്രശ്നങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. സ്പീഡ് കുറയ്ക്കണം. നമ്മളെപ്പോഴും ആ സ്ക്രിപ്റ്റ് എന്താണ്, അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഒരു കുറച്ച് സ്പീഡ് കുറഞ്ഞാലൊന്നും ഈ മാറ്ററിന് അത് വിഷയമല്ല, അങ്ങനെ വിഷയമുള്ള കാര്യമില്ല. ആ 1-2 പോരായ്മകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. സാറില്ല, അടുത്ത പ്രാവശ്യം അത് ഇതെല്ലാം മാറ്റി നല്ല റിഹേഴ്സലൊക്കെ ചെയ്ത് നല്ല ബൈഹാർട്ടാക്കി ഒന്നുകൂടെ വരിക. ഓക്കെ. വിഷ്ണു, രാജേന്ദ്രൻ, അഞ്ജു നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞ വലിയ മാറ്ററാണ്. നമ്മൾ ഈ സ്പീഡ് മൂലം നമുക്ക് ചില സാധനങ്ങൾ വിട്ടുപോയി. അതായത് പറയേണ്ട സാധനം ഇപ്പം അതല്ല പറയുന്നത്, പിന്നെ അത് തിരുത്തി കൊടുക്കുന്നുണ്ട്. വിഷ്ണു രാജേന്ദ്രൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള മിസ്റ്റേക്കുകളാണ്. പക്ഷേ ബാക്കി പെർഫോമേഴ്സിൽ അഞ്ജു നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. കാര്യം ഒരു അമ്മ ക്യാരക്ടർ വന്നിട്ട് മകൻ്റെ കല്യാണം നടത്താത്ത ടെൻഷൻ മുഴുവൻ അഞ്ജുവിൻ്റെ മുഖത്തുണ്ട്. നമ്മുടെ പേടി അഞ്ജു തെറ്റിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അഞ്ജു ഒരു ഡയലോഗും തെറ്റിക്കാൻ നല്ല ക്ലാരിറ്റി ആയിരുന്നു അഞ്ജുവിൻ്റെ പെർഫോമൻസിന്. അതിനാണ് കൈയ്യടി തരേണ്ടത്. കാര്യം
മുട്ടയിൽ കൂടോത്രം ചെയ്യുന്ന അപ്പൊ ഇടയ്ക്കും പറയുന്നുണ്ട് ഇതൊക്കെ വല്ല കാരണമാണോ പിന്നെ അതെ, നിസ്സാരം. നിസ്സാരം എടാ എനിക്കിത് ഈ കാരണമൊക്കെ മതി നിസ്സാരത്തിൽ കാര്യം ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് നമുക്കറിയാം മിണ്ടിയ കൂടോത്രം ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റേ പേരക്കിടാവ് അപ്പുറത്തൊരു പേരയുണ്ട് അവിടെ ഒരു കിടാവിന് ആ കൗണ്ടറൊക്കെ നല്ല രസമായിരുന്നു നല്ല വൃത്തിയായിട്ട് കളിച്ചു വന്നു 3 പേരും നല്ല രസമായിട്ട് വന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് അതെനിക്ക് റിഹേഴ്സലിലാണോ സ്പീഡ് കൂടിയതിന്റെ പ്രശ്നമാണോ എന്താണ് അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി മിസ്സായി പോയി. ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് സ്പീഡ് ലിമിറ്റ് ചെയ്ത് കാര്യം വേറെ പ്രശ്നം ഇവിടെ ആർക്കും ടെൻഷൻ ഒന്നുമില്ല നമ്മളല്ലേ ഇരിക്കുന്നത് നമ്മുടെ ഫ്ലോറാണ് നിങ്ങൾക്ക് തെറ്റുമ്പോ സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിക്കണം ഞങ്ങൾ. അതെ കാരണം തെറ്റരുതായിട്ട് ഒരു സാധനം നമുക്ക് വരും ഉള്ളിന്റെ ഉള്ളിൽ. അപ്പൊ ഇനി അടുത്തതിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കമന്റ്സ് കേട്ടു, കറക്ഷൻസ് കേട്ടു. ഇനി നമുക്ക് മാർക്സ് അറിയാനുള്ള സമയമാണ്. ചോദിക്കാം, നമുക്ക് പ്രചോദനം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു 13 മാർക്ക്. ഓക്കെ, 13,000. അടുത്തതായിട്ട് അസീസിക്ക ഞാൻ ഒരു 12. അപ്പോൾ 12,000 പ്ലസ് 13,000 25,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാം. ഇക്കയോട് ചോദിക്കാം. നസീറിക്ക ബാക്കി ഇതാ 45,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പം പറഞ്ഞു തന്ന കറക്ഷൻസ് ഒക്കെ മനസ്സിൽ വെക്കുക. നെക്സ്റ്റ് ടൈം നല്ല കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെയുടെ വേദിയിൽ ഇനി ഒരു വെറൈറ്റി ഐറ്റം ആണ് വരാൻ പോകുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ബിജേട്ടൻ അവിടെ നല്ലൊരു സുന്ദരിയായി വേഷമിട്ട് നിൽക്കുന്നുണ്ട്. ശ്യാം ചേട്ടൻ കോട്ടിട്ട് നിൽക്കുന്നുണ്ട്. കൂടെ രാജേഷ് ചേട്ടനും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും മേളം എന്ന് നമുക്ക് ഊഹിക്കാലോ. അപ്പൊ ഐറ്റം പ്രസന്റ് ചെയ്യാനായിട്ട് ഓൺ ടു ദ സ്റ്റേജ് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്യാം തൃക്കുന്നപ്പുഴ, ബിജു പുഴിയൂർ ആൻഡ് രാജേഷ് തിരുവമ്പാടി. വേറെ പപ്പ എനിക്ക് സന്തോഷമായി പപ്പ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ പപ്പയുടെ ശബ്ദം കേട്ടിട്ട് 1 വർഷത്തോളം ആയിരിക്കുന്നു പപ്പ. ഞാൻ വിഷ്ണുവിനോടൊപ്പം ഇറങ്ങി വന്നതിന് ശേഷം പപ്പ എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പപ്പ മമ്മ സുഖമായിരിക്കുന്നു പപ്പ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? പറ പപ്പ പ്ലീസ്. ഇങ്ങോട്ട് വരുന്നോ? എന്താ പറഞ്ഞ ലൊക്കേഷൻ അയച്ചുതരാം കേട്ടോ. ഞാനേ ഒരു കോടീശ്വരന്റെ പുത്രിയാ. 1 വർഷത്തോളമായി ഞാൻ വിഷ്ണുവേട്ടനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടേ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച കാരണം എൻ്റെ പപ്പയും അമ്മയൊന്നും എന്നോട് മിണ്ടിയിട്ടില്ല. ഇപ്പൊ പപ്പ വിളിച്ചേക്കുക, പപ്പ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. സന്തോഷമായി. പപ്പ ഇങ്ങോട്ട് വരുക. എന്തേലും ഒരുക്കണം. എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. അല്ല ഇതെന്താ ദേഹത്തൊക്കെ ചെളി? ഇത് കാറിൽ വന്ന ഒരാൾ ചെള്ള തെറിപ്പിച്ചിട്ട് ഇതേ മുണ്ട ഭാഗ്യത്തിനായില്ല, ഷർട്ട് മുഴുവൻ കുളമായി. ഇതുണ്ടോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ലായിരുന്നു? ഒന്നും പറഞ്ഞു തരുന്നത് ഞാനോ? അവന്റെ മൂക്കാമ്പാറ നോക്കി ഇടി കൊടുത്തു. അയ്യോ, കണ്ടാ മാന്യൻ, പക്ഷെ വായിന്ന് വരുന്ന മുഴുവൻ വിവരക്കേട്. നീ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ വിഷ്ണുട്ടാ പപ്പ കപ്പ ഉണ്ട് ഇതിനകത്തുണ്ട്. കപ്പയുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ പപ്പ എന്റെ പപ്പ. പപ്പയ്ക്ക് എന്ത് പറ്റി? പപ്പ ഈസ് കമ്മിങ്. അയ്യോ സമാധാനിക്ക്. അങ്ങനെയാ നല്ലവരൊക്കെ നേരത്തെ വിളിക്കും ദൈവം. കഴിഞ്ഞ ആഴ്ച എന്റെ മാമൻ ഇറ്റ്സ് കമ്മിങ്. എന്താ എന്ന് വെച്ചാ എന്റെ പപ്പ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതാണ് പറഞ്ഞേ. ഇറ്റ്സ് കമ്മിങ് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ ഒരു കുഴപ്പേ ചിലതൊന്നും മനസ്സിലാകത്തില്ല. പപ്പ ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തില ഞാൻ. എന്നോട് ദേഷ്യം അറിയോ? ഒന്നുമില്ല, എന്റെ പപ്പയ്ക്ക് ഒന്നുമില്ല. ഒരു തോർത്തും കൊണ്ടെടുത്തോ, ഞാൻ ആ ജംഗ്ഷൻ കൊണ്ട് പപ്പയ്ക്ക് കൊടുക്കാം. അല്ല അതിനിങ്ങോട്ട് വരുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്ത് പെമ്പിള്ളാരൊക്കെ ഇല്ലാവും. അതല്ല, നമ്മളോട് ദേഷ്യം ഒന്നും ഇല്ലെന്ന് പറഞ്ഞതാ. ഒരു ദേഷ്യവും ഇല്ല. പപ്പയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നിന്റെ പപ്പയെ. പപ്പായ പറിച്ചു വെച്ചിരിക്കുക ഞാന്. അതെന്നാ പരിപാടിയാ കാണിച്ചത്? ഇത്രയും പച്ചക്കറി ഞാൻ പപ്പായ പറിക്കുന്ന കാര്യം
ഞാനത് പഠിക്കാൻ വെച്ചിരിക്കുന്നത് എന്റെ മുഖത്ത് ഫേസിലാക്കിടാൻ വേണ്ടി. അതല്ല വിഷ്ണുവേട്ട പറഞ്ഞത്. പിന്നെ? പപ്പായുടെ തനി പകർപ്പ ഞാനെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ശരിയാത്തില്ല. അത് ശരിയല്ല. പപ്പ ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അത് വേണ്ട, അത് ശരിയാത്തില്ല. നിന്നെ അടിച്ചോണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ചോദിക്കാനോ പറയാനോ നമ്മുടെ വിശേഷം അന്വേഷിക്കാനോ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിന്റെ പപ്പ ഇങ്ങോട്ട് വരണ്ട. നോ നോ വിഷ്ണു, നോ വിഷ്ണു, വിഷ്ണു, നോ നോ. വിഷ്ണു വളർന്നൊരു സാഹചര്യമല്ല ഞാൻ വളർന്നു വന്ന സാഹചര്യം. എന്താണ്? വിഷ്ണുവിന്റെ അന്തരീക്ഷമല്ല ഞാൻ വളർന്നു വന്ന അന്തരീക്ഷം. നിന്റെ അന്തരീക്ഷം എന്താണ്? വിഷ്ണു വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചൊരു പെണ്ണ ഞാന്. ഇത്തിരി പണമുള്ളവരൊക്കെ പറഞ്ഞ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവനാ ഞാന്. അങ്ങനെ കളിയാക്കണ്ട. വായിൽ സ്വർണ്ണക്കരണ്ടിയോട് ജനിച്ച പെണ്ണ് തന്നെയാ ഞാന്. ആണോ? എന്റെ അച്ഛന് ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ആയിക്കോട്ടെ. അച്ഛൻ എന്നെ മടിയിൽ പിടിച്ചിരുത്തിട്ട് കുഞ്ഞുനാളിൽ ഇങ്ങനെ ചോറ് വാരി തരുമായിരുന്നു. പക്ഷേ ഒരു ഉരുള പോലും ഞാൻ വാങ്ങില്ല. അതെങ്ങനെ നിനക്ക് കഴിക്കാൻ പറ്റുന്നത്? വായിൽ സ്വർണ്ണക്കരണ്ടി ഇരിക്കില്ലേ? കാട്ടോട്ടിറങ്ങത്തില്ല, വായിൽ സ്വർണ്ണക്കരണ്ടി ഇരിക്കില്ലേ? എന്ത് പറഞ്ഞാലും സ്വർണ്ണക്കരണ്ടി സ്വർണ്ണക്കരണ്ടി സ്വർണ്ണക്കരണ്ടി. ആ സ്വർണ്ണക്കരണ്ടി പിടിപിടി കള. ആ സ്വർണ്ണക്കരണ്ടി കള കള. പോട്ടെ. പിന്നെ എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി പഠിപ്പിച്ചു. ഞാൻ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അച്ഛന്റെ ബിസിനസ്സിൽ ഇടിവ് വന്നു. അങ്ങനെ സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിനക്ക് അത് തന്നെ വേണം. അതെന്ത്? ഈ സ്വർണ്ണക്കരണ്ടി കളയാൻ പറഞ്ഞ അത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ അത് പണയം വെച്ചിട്ട് പൈസ മേടിച്ച് നിന്റെ ഈ അച്ഛന്റെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകാൻ മേലാഞ്ഞ. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാവോ? ഇല്ല. എന്റെ കല്യാണം 10 പേര് അറിയുന്ന രീതിയിൽ നടത്താൻ. അതെന്താ? നമ്മൾ തമ്മിൽ ഇറങ്ങി പോന്നപ്പം 10 പേരാണോ അറിഞ്ഞത്? ആയിരക്കണക്കിന് ആൾക്കാർ അറിഞ്ഞില്ലേ? പറഞ്ഞിട്ട് നിന്റെ അപ്പം പത്രത്തിൽ വിട്ട് നിന്നെ കാണുന്നില്ല. അതിൽ കൂടുതൽ ആൾക്കാർ എന്താ അറിയാനോ? Vishnu, you are disappointing me. No. Vishnu, No. don't repeat it. No. No. You should keep your response. No, no. Okay. Okay. No, no. Stop it. ഇല്ല, no. വരുന്നത് എന്റെ പപ്പയാ. No, no. വരുന്നത് എന്റെ പപ്പയാ. No. ഒരു നോവച്ച് എത്ര കാലം പറ. No. മിണ്ടരുത്. എന്റെ പപ്പ വരരുതെന്ന. എന്റെ പപ്പ വരരുതെന്ന്. ശരി, വരണ്ടെന്ന് വെക്കാം. അത് വരാൻ പാടില്ല. എനിക്ക് കാണണ്ട നിന്റെ പപ്പേനെ. കാണണ്ടല്ലോ. കാണണ്ട. ശരി, ഞാൻ പപ്പയോട് വരണ്ടെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം. എന്റെ പേരിലുള്ള ഓഹരിയുടെ വിൽപത്രം വിഷ്ണുവിന്റെ കയ്യിൽ തരാനാ എന്റെ പപ്പ ഇങ്ങോട്ട് വരുന്ന അറിയാവോ? വിഷ്ണുവിനെ വേണ്ട. ഞാൻ എന്റെ പപ്പയെ വിളിച്ച് പറയാം. ഐ വിൽ കോൾ മൈ പപ്പ. ഓ മൈ പപ്പ, ഓ മൈ പപ്പ, ഓ മൈ ഗേൾ. ഓ യാ. ഇത് ഏത് ഇംഗ്ലീഷ്? ഇതൊന്നും നിനക്ക് കിട്ടത്തില്ല. എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അങ്ങനെ അങ്ങോട്ട് ചൂടാവുകയാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും അറിയാമെന്ന് നിനക്ക് അറിയാൻ മേലേ? അതറിയാം. ആകപ്പാട് പഠിച്ച 2 ഇംഗ്ലീഷാ. ഐ ലവ് യു, നോ. പിന്നെ പപ്പയെ വിളിച്ച് പറയണ്ട. പപ്പ വരട്ടെ, വരട്ടെ, പപ്പ വരട്ടെ. എനിക്ക് മനസ്സിലായി. ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചില്ലേ? അതുകൊണ്ട് പപ്പ വരട്ടെ. വിഷ്ണു, you are so cheaty. ഇപ്പൊ എല്ലാം ചീറ്റ് ചെയ്യാനാ. ഇപ്പൊ എല്ലാം ചീറ്റ് ചെയ്യാനാ. അല്ല, എന്റെ പപ്പ വരുമ്പോ ഈ കോടതിയാണോ ഇവിടെ നിൽക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു കാർ വന്ന് ചെള്ള തെറിപ്പിച്ചാടി. It's so dirty. No. Yes. No. This is dirty. Remove it. Remove. അകത്ത് ചെല്ല്. അകത്ത് ചെല്ല്. ഷർട്ട് ഒന്ന് മാറ്റ്. മറ്റേ എന്റെ പപ്പ വരുമ്പോ ഇവിടെ ക്ലീൻ ആയിരിക്കണം. ഇന്നലെ വരെ ഉടുപ്പ് മാറ്റെന്ന് പറഞ്ഞാൽ ഷർട്ട് മാറ്റ്. എന്ത് ഷർട്ടാ? നോ. അതറിയാം ഇംഗ്ലീഷ്. പന്നിയർ കൊടമയർ. 1 വർഷമായി. അതെ, പപ്പ എന്നോട് മിണ്ടിയിട്ട്. I miss you, പപ്പ. Yeah, don't miss you. I don't miss you. എന്നെ പപ്പ എന്ന് വിളിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. Call me dad. Call me dad. ആ പപ്പ ഒരു മനുഷ്യൻ എന്നോട് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാരും മിസ് ചെയ്യുന്നു പപ്പ. ഒന്നുമില്ലടാ, പപ്പ വന്നില്ലേ? പപ്പ എന്റെ പൊന്നത്തിരക്ക് വന്നില്ലടാ. പിന്നെന്താ കേട്ടോ? ഒന്നുമില്ല. ഓക്കെയാണോ പപ്പ? എനിക്ക് വേണ്ടി എന്റെ ഒരു ആഗ്രഹം. പപ്പ കുഞ്ഞുനാളിൽ ഞാൻ കിടന്ന് കരയുമ്പോ എന്നെ ഒരു താരാട്ട് പാട്ട് പാടി ഉറക്കുമായിരുന്നു. ആ പാട്ട് ഒന്നുകൂടി പാടിത്തരുമോ? നോട്ടിനാ പപ്പ പ്ലീസ്. എന്റെ ടീനയുടെ കണ്ണെന്നറിയും. ഇല്ല.
അത് കേട്ടാ ടീനക്കുട്ടിയുടെ കണ്ണ് നിറയും. ആ താരാട്ട് പാട്ട് കേട്ടാ പപ്പയുടെ കണ്ണ് നിറയും. ഇല്ല പപ്പ, പപ്പ ഒന്ന് പാടുത്താ പപ്പ. ഓക്കെ, I will sing the song. Yeah, sure. 3, 4. തത്തേ മുങ്ങേ ചേട്ടത്തി പൂരം കാണാൻ പോയാലോ, ഇരുട്ടത്തങ്ങനെ പോകോടി, തപ്പി പോകാലോ. തപ്പേ മുങ്ങേ കോന്തത്തി പൂരം കാണാൻ പോകാലോ, ഇരുട്ടത്തങ്ങനെ പോകോടി, തപ്പി പോകോടി. തപ്പി പോകോടിയേ. ഏയ് മതി, അതുകൊണ്ട് കണ്ടോ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്റെ പൊന്നെ. പപ്പ പിന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ ഡോഗ് ഇല്ലേ, ജിമ്മിക്ക് സുഖമാണ് പപ്പ? സുഖമായിട്ടിരിക്കുന്നു. ജിമ്മി ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ഡോറിന്റെ അടുക്ക് അവിടെ പോയി പറഞ്ഞപ്പോ നിന്നെ തിരക്കാൻ പറഞ്ഞ ജിമ്മി മിസ് ചെയ്യും പപ്പ. പിന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ തത്തമ്മയിലെ സ്വീറ്റി ഉണ്ട്. സ്വീറ്റിക്ക് സുഖമാണോ പപ്പ? സുഖമായിട്ടിരിക്കുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ലവ് ബേർഡ്സ് ചിങ്കി കിങ്കി പുങ്കി കിങ്കി അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു പപ്പ. പരസ്പരം ഓടി നടന്ന് ഫംഗസ് തലയിൽ കെട്ടിട്ട് കൊത്തി കളിക്കുന്നു. ഇതെന്താ പപ്പയുടെ മൂക്കില്? ഏതോ ഒരു കൾച്ചറൽ ഫെലോ, ഒരു ലോക്കൽ ഒരു പയ്യനെ ഞാൻ ജസ്റ്റ് കാർ ഇങ്ങനെ പാളിച്ച് നിർത്തിയപ്പോഴേ ചെളി ചേർത്തെന്ന് പറഞ്ഞു ഒറ്റ ഇടി. അത് കുഴപ്പമില്ല, ഞാൻ ലിവർ ജോണിയെ വിളിച്ച് പറഞ്ഞു നമ്മുടെ പയ്യന്മാരെ എടുത്തോളം ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ഫോട്ടോ. ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കും. ഒന്നും ചെയ്യണ്ട പപ്പ. അല്ലല്ല, ഞാൻ കൊടുക്കും. ഞാൻ നീ ഒരു കാര്യം ചെയ്യും, അത് വിട്ടര്, അത് ഡസന്റ് മാറ്റർ, വിട്ടര്. മോനെ ഒരു കാര്യം ചെയ്യേ, എന്താ പപ്പ? അവനെ വിളിക്കാം, നിന്റെ ഹസിനെ വിളിക്കാം. എനിക്ക് അവനെ കാണണം. എനിക്ക് അവനെ കാണണം, അവനെ വിളിക്കൂ. ഇപ്പൊ കണ്ടാ ശരിയാവില്ല. അത് അവനെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നേ. വിളിക്കൂ. എന്താ അവന്റെ പേര്? വിഷ്ണുവിനെ വിളിക്കൂ. വിഷ്ണുവിനെ വിളിക്കേ, അവനെ വിളിക്കൂ. വിഷ്ണുവിനെ ഭയങ്കര നാണമാ. എന്തിനാ നാണിക്കുന്നേ? അവന്റെ പപ്പയല്ലേ ഞാൻ, അങ്ങനെ എന്തിനാ നാണിക്കുന്നേ? അതല്ല, പപ്പ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിനെന്താ, ഞാനും അവനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ നാണിക്കണ്ട. പപ്പ ഭയങ്കര മുൻഷുട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മുന്നിൽ ഷുണ്ടിയില്ല, എനിക്ക് വിളിക്കൂ. ഒരു കാര്യം ചെയ്യാം പപ്പ, ഒരു കാര്യം ചെയ്യാം. പപ്പ ഒന്ന് ഇവിടെയൊക്കെ നോക്കി നടക്കാം. ഞാൻ അപ്പം വന്നിട്ടുണ്ടോ നോക്കാം. വിളിക്കൂ, ഞാൻ നോക്കട്ടെ. വിളിക്കൂ. പപ്പ എന്റെ പപ്പ ആളാണ്. എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഇപ്പൊ എന്ത് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഒരു കാര്യം വിഷ്ണു എവിടെയെങ്കിലും പൊക്കോ. ഞാൻ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പപ്പ എങ്ങനെ അഡ്ജസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി നിർത്താം. വിഷ്ണു ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചെല്ല്. പപ്പ ഒന്നുമില്ല പപ്പ. വിഷ്ണുവിനെ ഒരു ഇതുപോലെ എന്തുപോലെ? ഫേസ് ചെയ്യാൻ ഒരു മടി പോലെ. അങ്ങനെ എന്റെ ആടിയിൽ അവന്റെ പപ്പയല്ല ഞാൻ. അല്ല പപ്പ ഒന്ന് കണ്ണടച്ച് പൊത്തി നിൽക്കാമോ? നിന്നാൽ വിഷ്ണുവിന് വരുമ്പോ പെട്ടെന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് അങ്ങ് പോകാമല്ലോ. ഓരോരോ ഒന്ന് കണ്ണടച്ച് ചെവി പൊത്തി നിന്നാ മതി. വിഷ്ണു വന്ന അനുഗ്രഹം അങ്ങ് വന്നില്ല. എവിടെ ചെറുക്കനത് എന്തൊരു നാണം ഇത്? ബാബാ ഞാൻ കണ്ണു തുറക്കാറാകുമ്പോ പറയണം. ഞാൻ വന്നിട്ട് പോയി. അതെന്തോ പേര്, എനിക്കൊന്ന് കാണുമായിരുന്നല്ലോ അത്. അയ്യോ, ഒരു കാര്യം ചെയ്യൂ, പപ്പ റെസ്റ്റ് എടുക്കൂ. റൂമിലേക്ക് റെസ്റ്റ് എടുക്കൂ. അവൻ വരുമ്പോ ഞാൻ എന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചു. ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, തന്തപ്പടിയുടെ മൂക്കിൽ തന്നെ ഇടിച്ച് കയറ്റി കൊടുത്തില്ല. ഉള്ളതെല്ലാം നഷ്ടപ്പെടുവോ പോവാന്? നോ പ്രോബ്ലം. AC ഇല്ലാത്തോണ്ടാ. മരുമോനെ യവനാ എന്റെ മൂക്കിൽ ചാലിക്കത്. യവനാക്കി എന്റെ മൂക്കിൽ ചേർത്ത നിന്റെ ഭർത്താവാണ് അവൻ. അയ്യോ ഞാൻ ഇത് ഭർത്താവിന്റെ കൂട്ടുകാരനാ. എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാ. ഫിലിപ്പ്. ഇപ്പൊ
ഇപ്പൊ ഇറക്കി വിടാ, ഇപ്പൊ ഇവിടെ ഇറക്കി വിടാ. അയ്യോ, എന്റെ മരുമോന്റെ വീട്ടിൽ നിൽക്കാൻ ഇവന് അർഹതയില്ല. ഇവനെ എന്റെ മൂക്കിടിച്ച് പരത്തി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫിലിപ്പ് എന്ന് പറയുന്നത് വിഷ്ണുവേട്ടന്റെ അടുത്ത സുഹൃത്താ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് വീട് എടുക്കാനും മറ്റും സഹായമൊക്കെ ചെയ്ത ഈ ഫിലിപ്പാ. അതുകൊണ്ട് എനിക്ക് വേണ്ടി അതുകൊണ്ട് പപ്പ നോ പപ്പ ക്ഷമിക്കണം. മോക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഒന്ന് കോംപ്രമൈസ്. അവനെ ഓർത്തിട്ടാ? അതെ. അല്ലെ കീച്ചാണ പണി എന്നെ ഉണ്ടായിരുന്നു ടോണി. അവനെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടല്ല. അല്ലല്ല കേട്ടോ? അതെ. ഓക്കെ, യു ക്യാരി ഓൺ. അരുമോനെ എന്നും പറഞ്ഞ അവനെ കിട്ടാനുള്ളത് കിട്ടി. പോകുന്നതിന് മുമ്പ് ഒരു പിതുക്ക് ഞാൻ പിതുക്കും അവനെ. പോകുന്നുണ്ട് ഇവിടെ കിടക്കും. ഓക്കെ, എന്ത് ചെയ്യണോ? ഞാൻ അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. നല്ലതാണല്ലോ അത്, നല്ലതല്ലേ അത്? നല്ലതാ, ബിസിനസ് വേണം. ഞാനും ബിസിനസ് ആണ്. ഓക്കെ, എന്ത് ബിസിനസ് ആണ്? സ്വർണത്തിന്റെ. ഓ, സ്വർണ്ണം എങ്ങനെ പോകുന്നത്? അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്നിട്ട് എന്തെങ്കിലും കര കയറാൻ എന്തെങ്കിലും കര കയറാന് കുറെ നേരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോ കര കയറാം. അതല്ല, ബിസിനസ് നഷ്ടമാണ്. അത് ഇന്ന് കര കയറാൻ എന്ത് ചെയ്യണം? ഓ, അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയായിരുന്നു. അയ്യോ, ഇന്ന് അടി ഉറപ്പാ കേട്ടോ. എന്താ? ഒറ്റമൈന. എവിടെ? എന്റെ ഫിലിപ്പേ, ഫിലിപ്പിന് ഒരു കാര്യം അറിയോ? ഫിലിപ്പിന്റെ കൂട്ടുകാരൻ എന്റെ മകളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നില്ലേ? അതിന്റെ പിറ്റേ ദിവസം മുതല് എന്റെ ഭാര്യ അമ്മണി ഒതുങ്ങി, ഒരു റൂമിൽ ഒതുങ്ങി. അവള് ഒരു ഇരുട്ടുമുറിയിലേക്ക് മാറി, ആരോടും മിണ്ടുന്നില്ല. ആ ഇരുട്ടുമുറിയിൽ നിന്ന് അവളെ വെളിച്ചത്തെ കൊണ്ടുവരാൻ ഞാൻ ഏത് പള്ളിയിലാണ് നേർച്ചയിട്ടത്? അത് പിശുക്കത്തിലൊക്കെ മാറ്റിയിട്ട് കറണ്ട് ചാർജ് കറക്റ്റായിട്ട് അടച്ചാൽ മതി. അല്ല, അങ്ങനെ ആണെങ്കിൽ ചിലപ്പം വരാം. അങ്ങനെ പൊന്നു ഫിലിപ്പ് അല്ലോ. അതുകൊണ്ടോ ഇവിടെ കൊണ്ടോ ഒരു പിതുക്ക് ഞാൻ പിതുക്കും ഞാൻ. അയ്യോ, പപ്പ ഒരു കാര്യം ചെയ്യാമോ? പപ്പ ഒന്ന് റെസ്റ്റ് എടുക്കൂ, ഫ്രഷ് ആവൂ, ഒന്ന് ഫ്രഷ് ആവും. അതെ അതെ. അപ്പോഴേക്കും ഞാൻ പപ്പയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ അറേഞ്ച്. ഓക്കെ പപ്പ. ഓക്കെ, നടക്കട്ടെ. വിഷ്ണു, വിഷ്ണു വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. വിഷ്ണു വന്നാൽ പപ്പയെ കാണാലോ. അപ്പൊ വന്നാ ഓക്കെ, നമുക്കൊന്ന് ഫ്രഷ് ആവാം. നിന്റെ കൂട്ടുകാരന്റെ പെണ്ണുമുളയല്ല അത്? മൂക്കിന് പിടിച്ചിട്ട് എന്റെ കൊച്ചിനെ കൊല്ലണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഫിലിപ്പല്ല, ഇത് വിഷ്ണുവാ. ഇവനാ? അപ്പൊ ഇവനാണ് എന്നെ അവിടെ വെച്ചിടിച്ച? ഒരു കാര്യം ചെയ്, നീ ആയോണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ നിന്റെ നേരത്തെ മറ്റേ ക്യാരക്ടർ ഉണ്ടാ, നേരത്തെ വന്ന മറ്റേ ആ തരിപ്പ് കലിപ്പല്ല, മറ്റേ ഇത് ഫിലിപ്പ് അവനാണെങ്കിൽ ഞാൻ കീറിയാണ് ഞാൻ കേട്ടോ. നീ ആയോണ്ട് ഞാൻ വെറുതെ വിടുവാ ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും പപ്പായ്ക്ക് സന്തോഷമായി. മോനെ നീ ആയോണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായി. ഇനിയിപ്പോ ശിഷ്ടകാലം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടാ വന്നത്, നിങ്ങളുടെ കൂടെ കൂടാം. ഒന്ന് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക്. ഓക്കെ, സന്തോഷമായി. പിന്നെ ഞാനേ ഇവക്ക് എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം എഴുതി വെക്കുന്നു. അതോടൊപ്പം തന്നെ നിനക്ക് മൂന്നാർ കിടക്കുന്ന ഒരു 40 ഏക്കർ തേയിലത്തോട്ടം നിന്റെ പേര് എഴുതി വെക്കുന്നു. സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്റെ പപ്പ അങ്ങനെ എന്ത് മാരിക്കോരി കൊടുക്കും. അല്ലല്ല, അതുകൊണ്ടല്ല. എന്റെ ഭാര്യ അമ്മണി, അതായത് ഇവിടെ അമ്മേ, അവൾ എപ്പോഴും പറയും എനിക്കൊരു അടിയുടെ കുറവുണ്ട്. അതെന്റെ മരുമോന്റെ തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതിന്റെ പേരിലാണിത്. ഓക്കെ, ഞാൻ ചോദിച്ചില്ല ഒരു കാര്യം പറട്ടെ. എന്താ പപ്പ? ഒന്നേതേ, എന്തായാലും ആള് മാറിയാണേലും അല്ലേലും നീ തരാനുള്ള എനിക്ക് തന്നു. സോറി കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ സംഭവിച്ചു, കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഞാനിവിടെ ഉണ്ടാകും. അപ്പൊ എന്നെ ഒരു പഞ്ചായത്ത് ചെണ്ടയായിട്ട് ഇനി കാണാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ കൈ കിട്ടുമ്പോഴൊക്കെ എടുത്തിട്ട് അടിക്കാൻ നിൽക്കണ്ടെന്ന്. ഈ ഇംഗ്ലീഷ് പഴയ പുസ്തകങ്ങളൊക്കെ, പിള്ളേരുടെ പ്രൈമറി പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ചുമന്ന നോസുള്ള പിനോക്കിയോ എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ഉണ്ട് ശ്യാം ചേട്ടനെ കാണാൻ. ഓൾസോ ഒരു സ്പെഷ്യൽ കൈയ്യടി കൊടുക്കുകയാണ് ബിജു ചേട്ടന്റെ ഇംഗ്ലീഷ് ഡയലോഗ്സിന്. ഇനി നമുക്ക് നേരെ കാര്യക്കാരിലേക്ക് പോവാം. സ്കിറ്റ് അവർ എൻജോയ് ചെയ്തതെന്ന് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് അസീസിക്ക. എനിക്ക് നിങ്ങളെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ബിജു ഭയങ്കര ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ഞാൻ പ്രചോദനത്തിൻ്റെ പറഞ്ഞ് ഭയങ്കര വിദ്യാഭ്യാസമുള്ളവനാണ്. അപ്പോൾ എന്നെ പറഞ്ഞ് എനിക്കറിയാം. കാരണം നമ്മൾ ഈ ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജുവിൻ്റെ അനിയൻ എവിടെയായിരുന്നടാ? ജപ്പാനല്ലേ? ഇപ്പൊ മുംബൈ. അത് ജപ്പാനല്ലായിരുന്നു ആ സമയത്ത്? ജപ്പാനല്ല. പക്ഷെ ഇവൻ ഭയങ്കര ഇംഗ്ലീഷാ. ഞാൻ ഇവൻ എവിടെ നിന്നാ ഇംഗ്ലീഷ് അറിയാവുന്ന ഇവൻ?
പിന്നീടാണ് ഞാൻ ചോദിച്ചു മനസ്സിലായി ഇപ്പം ഭയങ്കര വിദ്യാഭ്യാസമുള്ളവനാണ്. അത് ശരി. ആ ചോദിച്ചോക്ക് അവന്റെ ചേട്ടാ ഏതൊരു വിദ്യാഭ്യാസം അറിഞ്ഞാ അയ്യോ എനിക്ക് അറിയത്തില്ല. ആ കോട്ടൂര് ഇപ്പുറത്തിട്ട് കൊടുക്കേണ്ടി വരും. ഫൈനാൻസ് ആണല്ലേ? അടിപൊളി. ആ കോട്ടൂര് ഇപ്പുറത്തിട്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ മേലെ പിന്നല്ലാതെ എന്താ SSLC. എടാ നീ ഏതാണ്? ഞാൻ BFA ഫൈനാൻസ് BFA. SSLC. എന്നാലും ഇംഗ്ലീഷ് വാക്കുകളാണ്. ഉണ്ടല്ലോ അവന് 2 ലെറ്റേഴ്സ് ഉണ്ടല്ലോ എന്നല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ബാഹുബലി എന്ന സിനിമ ഫസ്റ്റ് ഇറങ്ങി, സെക്കൻഡ് ഇറങ്ങി, ഈ തേർഡ് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. അതുപോലെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന 3 പേരാണ് ഈ നിൽക്കുന്നത്, സീരിയസ്ലി. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മകള് ഒരു സാധാരണക്കാരനോട് ഒളിച്ചോടി പോയി. അപ്പോൾ ഹൈ ലെവൽ ടീമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ കണ്ടന്റ് ഓക്കെ എന്ന് പറയാനല്ലാതെ ഇവരെ പെർഫോമൻസിൻ്റെ ലെവലിൽ നോക്കിയാൽ ഓക്കെ. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ സത്യസന്ധമായിട്ട് പറയണേ, എനിക്ക് ബിജു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിജുവിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ രാജേട്ടൻ, സാധാരണ രാജേട്ടൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പണ്ട് കോമഡി സ്റ്റാർ ചെയ്യുന്ന സമയത്ത് ഈ ബിജുവിൻ്റെ സ്ഥാനമായിരുന്നു രാജേട്ടൻ. ഈ മീശ എന്ന് പറയുന്ന സംഭവം പുള്ളിക്കില്ലായിരുന്നു. കാരണം എല്ലാ സ്കിറ്റിലും ഫീമെയിൽ. ഇപ്പം നമ്മുടെ ഇത് ഐറ്റം വേറെ വന്നപ്പോഴാണ് നമ്മൾ രാജേട്ടൻ മീശ വെച്ച് ഞാൻ കാണുന്നത്. എല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിറ്റല്ല നിങ്ങളെടുത്തത്, അല്ലേ ശ്യാമേ? നമുക്ക് എന്തോ അങ്ങനെ പടന്നു വന്നപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം നിങ്ങൾ അമ്മാതിരി പെർഫോമറാണ് നിങ്ങൾ 3 പേരും. സീരിയസ്ലി ഞാൻ പറയണം. കാരണം നിങ്ങളുടെ സ്കിറ്റുകൾ, നിങ്ങളുടെ കൗണ്ടറുകൾ നമ്മൾ ചിരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് ചിരിയും പിന്നെ കുറേ വേറെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുറേ, അതായത് രാജേട്ടൻ്റെ ക്യാരക്ടറുകൾ അറിയാൻ പറ്റുന്ന ആ ഒരു ഗ്യാപ്പിലുണ്ടാകുന്ന ചിരിയില്ലായ്മ നമ്മൾ ഓഡിയൻസിനെ മാത്രം, ഞാൻ സത്യം നോക്കിയാൽ ഓഡിയൻസിനെ നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. ഓഡിയൻസിന് കൈയടിച്ചാൽ നമുക്ക് കറക്റ്റ് അറിയാം. കാരണം അവരാണ് കറക്റ്റ് ഓഡിയൻ. നമുക്കറിയാവുന്ന പരിപാടിയാണ് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പം നിങ്ങളുടെ പരിപാടി ഒരുപാട് ആസ്വദിക്കാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നമ്മളാണ്. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ് ഇതിലേറ്റവും ഞാൻ നോക്കി കാണുന്നത്. എന്തായാലും പൊളി, ഓൾ ദി ബെസ്റ്റ്, തകർത്ത്. നിങ്ങളെ ഒരു ടീമിന് ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കൊണ്ടുവന്നത് ആ ടീമിന്റെ ഒരു പവറാണ്. നിങ്ങൾ എപ്പോൾ കയറിയാലും ആ ഒരു പവർ കീപ്പ് ചെയ്തിട്ട് പോകും, ഒന്നുമില്ലെങ്കിൽ പോലും. അല്ല, അതാണ് ഇവിടെ സംഭവിച്ചതാണ്. ആ പവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ നിർത്തി. കാര്യം നിങ്ങളത് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ കാണാൻ പവറുള്ള കളിയാണ് നിങ്ങൾ 3 പേരും. അതിൽ ശ്യാമൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡബിൾ ഇരട്ടി ആവുമല്ലോ. ആ ഒരു റേഞ്ചിലേക്കാണ് പോയത്. ആ നോയുടെ സാധനം ഇല്ലേ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മൊത്തത്തിൽ സംഭവം സീരിയസ് ആയിരുന്നു. അവിടം വരെയും നമുക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്, ഒരാൾ വരാനുണ്ടല്ലോ, ആ വരുന്ന ആൾ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേണിങ് എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ബിജു അതവിടെ കൊണ്ട് നിർത്തിയിട്ടുമുണ്ട്. പക്ഷേ വന്നതിന് ശേഷം നിങ്ങൾ സീരിയസ് മാറ്ററിലേക്ക് പോയി. അവിടെ നമുക്ക് ചിരിക്കാനില്ല, അവിടെ എല്ലാം ഈ പഞ്ച് കിടപ്പുണ്ട്. നമുക്ക് വേണ്ട ആ ചിരിക്കാനുള്ള ആ സാധനം അവിടെ എല്ലാം കുറഞ്ഞു പോയി. അതാണ് ഇതിൻ്റെ അകത്ത്. നോ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അത് മുങ്ങിപ്പോയൊരു സാധനമാണ്. സത്യം മുങ്ങിപ്പോയി. ഞാൻ കിട്ടി. അപ്പൊ അവിടെയാണ് അതെ നിങ്ങളുടെ പവറിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റിന്റെ റേറ്റിംഗിൽ വന്ന ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ അകത്ത് വന്നത്. ആ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ തമാശ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം കുറഞ്ഞു പോയി. ബാക്കി പവറും നിങ്ങളുടെ ആ പഞ്ചും ഒക്കെ അതിൽ നിലനിർത്തി പോയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ നമുക്ക്. പവറിൻ്റെ കൂടെ ചിരിയും കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ ആകുമല്ലോ. ആ ഡബിൾ കിട്ടിയില്ല, അതാണ് സിംഗിൾ ആയിപ്പോയി. സാരമില്ല, നിങ്ങൾ തരുന്നവരാണല്ലോ. അടുത്ത പ്രാവശ്യം നല്ല ചിരി നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കും. കണ്ണ് വിടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോണം. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാവുന്നേ, അല്ലേ ശ്യാമേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചോദിക്കാം. ശ്യാമേ, ബിജു, രാജേഷേ, എനിക്ക് പറയാനുള്ളത് ഇവർ പറഞ്ഞ സംഭവം തന്നെയാണ്. കാര്യം നമ്മൾ ഈ ബിജുവും രാജേഷും, ബിജുവിൻ്റെ പെർഫോമൻസിന് ഉഗ്രം കൈഡി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ഫാമിലിയിൽ ഒളിച്ചോടി വന്നിട്ട്, അതായത് വേറൊരു കാമിനോട് ഒളിച്ചോടി വന്ന പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇവരുടെ പപ്പ ആദ്യത്തെ ഫോൺ കോളിന് ഒരു ഉഗ്രം കൈഡി കേട്ടോ. പപ്പ ശരി പപ്പ. കാര്യം എന്താ വെച്ചറിയോ, അവിടെ നിന്ന് നമ്മൾ പപ്പയെ പ്രതീക്ഷിക്കുക. പപ്പയാണ് ഹീറോ, ഈ സ്കിറ്റിലെ ഹീറോ പപ്പ, നമ്മളെ പ്രതീക്ഷിക്കുക. പക്ഷേ പപ്പ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇമോഷണലി ഇവർ പപ്പയും മോളൂടെ കെട്ടിപ്പിടിച്ച് സംഭവമൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഈ മറ്റേ ഹ്യൂമറൊക്കെ പോയി ഈ സാധനം. പിന്നെ ഒന്നും ശ്യാമിൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ കൗണ്ടറുകളും വേറൊരു അങ്ങോട്ടൊരു വർക്കായില്ല, അവിടെ സ്റ്റക്കായി പോയി. അവിടെ നിന്ന് എത്ര കളിച്ചാലും അതിനകത്ത് പാടാം. കാര്യം മറ്റേ ഇടിയാണ് മാറ്റർ, അതിൽ നിന്ന് ഒന്നും മാറിയില്ല, അവിടെ സ്റ്റക്കായി പോയി. കുഴപ്പമില്ല, അടുത്തതിൽ പൊളിക്കാം. രാജേഷേ പൊളിയല്ലേ? പിന്നെ നോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോവാൻ നേരത്തെ പറഞ്ഞത്
ഐ ലവ് യു ആൻഡ് നോ. അടുത്ത് വിളിക്കാം. താങ്ക് യു കാരിക്കാർ. അപ്പൊ നല്ല മിക്സ്ഡ് ആയിട്ടുള്ള കമന്റ്സ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? യാ. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. നമുക്ക് അസിസിക്കയോട് ആദ്യം ചോദിക്കാം. ഇക്കാണോ ഹൈഡ്? അല്ല 10. ഓക്കെ 10,000. ഓക്കെ, അപ്പൊ 10,000. ഇനി നമുക്ക് നസീറക്കയോട് ചോദിക്കാം. ഞാനൊരു 8,000. 18. അപ്പൊ മൊത്തം ഇപ്പൊ 18,000 18,000 രൂപയായിട്ടുണ്ട്. പ്രചോദേട്ടാ ഫൈനൽ റിവീൽ ചെയ്താലും. യെസ്. അപ്പൊ പ്ലീസ് 30,000 രൂപയാണ് നേടിയിരിക്കുന്നത് ചേട്ടന്മാരെ. അടുത്ത പഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്നല്ലാതെ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ നമ്മുടെ എല്ലാവരുടെയും വളരെ ഒരു ഫേവറേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉറ്റു നോക്കുന്ന ഒരു ഇതാണ് നാട്ടിലെ കോമഡിക്കാരിലൂടെ വന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ സ്കിറ്റ് ചെയ്യുമ്പോൾ അല്ലേ? ഒരു പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് നമുക്കത് കാണുമ്പോൾ. അങ്ങനെയാണ് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് രണ്ടാമത്തെ തവണ വരികയാണ് കണ്ണൂരിൽ നിന്ന് വന്ന 3 ചേച്ചിമാർ. അപ്പൊ നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ഷിജന ചേച്ചി, പ്രീത ചേച്ചി ആൻഡ് രേഷ്മ ചേച്ചി. ഇതായിരിക്കും വേറെ. ഹലോ എടി സുലോചനെ, ഞാനേ വല്ലാതെ വിഷമത്തിലാടി. എന്താടി? അതെ, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴേ ഈ വഴക്കും പിണക്കൊക്കെ സാധാരണയാണല്ലോ. ആണ്. അല്ലേ? നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടാറില്ലേ? എപ്പോഴും. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യാറ്? അപ്പുറത്തെ മുറിയിൽ കയറി കിടക്കും. ആണല്ലോ, അങ്ങനെയാണല്ലോ. അയ്യോ, എന്റെ ചേട്ടൻ എന്താ ചെയ്യാന്നറിയോ? എന്നോട് പിണങ്ങിട്ട് നേരെ ഇവിടുത്തെ കിണറ്റിലോട്ട് അങ്ങ് ഇറങ്ങി പോവടി. അത് വല്ലാത്തൊരു സ്വഭാവമാണല്ലോ. എന്നിട്ട് പിറ്റേന്ന് കാലത്താണ് കേറി വരുന്നത്. അയ്യോ എടിയേ, അദ്ദേഹത്തിന് എന്തെങ്കിലും ബാധ കയറിയിട്ടുണ്ടോ? അയ്യോ, ബാധയോ ഭൂതോ പ്രേതോ ഒന്നും എനിക്ക് അറിയത്തില്ലേ. ഇതൊരു പതിവാക്കി മാറ്റിരിക്കടി. എന്തായാലും ശരി, ഞാനേ അത്ഭുത സിദ്ധിയുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്. ഇന്ന് അവരിവിടെ വരാന്നും പറഞ്ഞിട്ടുണ്ട്. പൂജയോ മന്ത്രോ ഹോമോ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ശരി, ഇതിന് ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. എന്തൊക്കെയുണ്ടടി വിശേഷം? സുഖം സുഖം സുഖം. പിന്നെ എന്റെ മോന്റെ ബർത്ത്ഡേ കേട്ടോ, വരുന്ന ഞായറാഴ്ച കുടുംബസമേതം വരണേ. ശരി, ശരി. ഒന്നിങ്ങോട്ട് നിന്നേ രാജേട്ടോ, പറയണ കേട്ടിനാ? മോന്റെ ബർത്ത്ഡേ ആന്നേ, വരുന്ന ഞായറാഴ്ച. നേരത്തെ പറഞ്ഞില്ല, പരാതി വേണ്ട കേട്ടിനാ? അയ്യോ, വെള്ളമില്ല തോന്നല്ലേ? വെള്ളമൊന്നുമില്ല. എന്നാ പിന്നെ ഇത് മണ്ണിട്ടങ്ങ് മൂടിയാ പോരെ? ഈ കിണർ അങ്ങനെ മൂടാനൊന്നും പറ്റത്തില്ലടി. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുത്തിയ കിണറാ. ബ്രിട്ടീഷുകാർ കാലിട്ട് കുത്തിയ കിണറാ? ബ്രിട്ടീഷുകാരുടെ കാലിട്ട് കുത്തിയ കിണറല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുത്തിയ കിണറാന്ന് ചരിത്ര സ്മാരകമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു കാരണവശാൽ ഇത് മൂടാൻ അങ്ങേര് സമ്മതിക്കത്തില്ല. അല്ലടി, ഇതിൽ ഓക്സിജൻ കിട്ടുവോ? അതുകൊണ്ടാണല്ലോ കാലത്തിങ്ങോട്ട് കയറി പോരുന്നത്. എന്നാലും ഈ ചൂട് കാലത്ത് എങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് കിടക്കുന്നേ? അയ്യോ, അങ്ങേര് അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന നീ കണ്ടിട്ടില്ലല്ലോ. ഒരു കുട്ടി ഫാന്, ടോർച്ച്, കഴിക്കാൻ കുറെ ഫ്രൂട്ട്സ്, ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ അതിനോട്ട് പോകുന്നേ. രാജണ്ണോ, നിങ്ങളിതൊരു ബെഡ്റൂം ആക്കി മാറ്റി. ഞാനില്ലാത്ത ബെഡ്റൂം നിന്നെ വെച്ചിട്ട് ഇങ്ങേര് ഈ 30 അടുത്ത ആഴ്ചകളെ കിണറിലേക്ക് ഇറങ്ങിയിരിക്കെ നീ എന്ത് ഡോസാടി കൊടുത്ത്? ബിന്ദു, നീ വന്നപ്പോ തന്നെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു പരിഹാരം കാണണ്ടേ? ഞാൻ കിണറ്റിലിറങ്ങാൻ അങ്ങ് പഠിക്കും. രാജണ്ണോ, അവിടെ രക്ഷയില്ല കേട്ടോ. എടി, നീ കുടുംബം കൊണ്ടോട്ടങ്ങനെ വന്നിരിക്കുന്നേ. എടോ, എന്തൊക്കെ പരിഹാരം പറ. പരിഹാരമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മോളെ. ദിവ്യ ഉണ്ണി വരുന്നുണ്ട്, ദിവ്യ ഉണ്ണി. ഏത്? നമ്മൾ സിനിമ നടി ദിവ്യ ഉണ്ണിയാ? അയ്യോ, സിനിമ നടി ദിവ്യ ഉണ്ണി എന്നല്ല, അത്ഭുത സിദ്ധിയുള്ള ദിവ്യ ഉണ്ണി തന്നെന്ന ദിവ്യ ഉണ്ണി. അവര് വരുന്നുണ്ട്. സിദ്ധിയുള്ള ദിവ്യാജിക്ക് എന്റെ ഗ്രഹത്തിലോട്ട് സ്വാഗതം. സ്വാഗതം മാത്രമേ ഉള്ളൂ, വെൽക്കം ഡ്രിങ്ക് ഒന്നുമില്ലേ? ഓ, റെഡി ആയിക്കോളവേ. എന്താണ് പ്രശ്നം? അരുൾ ചെയ്താലും. രാജണ്ണ എന്നും കുടിച്ച്
വഴക്കുണ്ടാക്കി ഈ കിണറ്റിലേക്ക് ഇറങ്ങിയിരിക്കും. എന്നിട്ട് ഇവളോട് മുട്ടം വഴക്ക. ഒരു മനസമാധാനം കൊടുക്കുന്നില്ല. നിങ്ങൾ ആരാണ്? ഞാൻ അയൽവക്കത്തില്ല. അതെ, അവരുടെ ഭർത്താവല്ലേ ആ കിണറ്റിൽ ഇറങ്ങുന്നത്? അവക്ക് സെന്റി അടിച്ച് മാറ്റർ പറയാൻ അറിയില്ല. നമ്മള് ഒറ്റ ചങ്ക്. അയ്യോ, അന്തരീക്ഷത്തുനിന്ന് എന്തോ ആവാഹിച്ചിട്ട്. അതേടി ആവാഹനം. ഏത് വാഹനം? അയ്യോ, ആ വാഹനം ഞാൻ വന്ന വാഹനമാണ്. അപ്പൊ ആ വാഹനം അങ്ങോട്ട് മാറി നിൽക്കൂ. ഇത് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിയാ? ഡോക്ടർ പറഞ്ഞു എന്നും കാലത്ത് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന്. എനിക്ക് വീട്ടിൽ നിന്ന് സമയം കിട്ടില്ല. അതുകൊണ്ട് പോകുന്നിടത്തൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ ദിവ്യാജിയെ, ഫിസിയോതെറാപ്പി വീട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കി പറഞ്ഞു തരാമോ? ഓ, ഒരു മിനിറ്റ്. എന്താ? അതെ, എന്റെ മന്ത്രമാണ്. ഈ കിണറിന് ദോഷമുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ മന്ത്രം ചൊല്ലും, നിങ്ങളത് ഏറ്റു ചൊല്ലണം. എന്നെ ഫോളോ ചെയ്യൂ. ഫോളോ മീ. അവിടെ പോന്നു അപ്പത്തിന് തിരിച്ചു പോകൂ. അവിടെ പോന്നു അപ്പത്തിന് അതെ, ഈ കിണറിന് ദോഷമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് കുഴൽ കിണർ കുത്തണം. അത് നടക്കുന്ന കാര്യമല്ല. നടക്കം. 97 44 03 77 67 നമ്പർ. എന്റെ ഭർത്താവിന്റെ നമ്പർ. ആൾ അസലായിട്ട് കുഴൽ കിണർ കുത്തും. അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. അതിര് ദോഷമുണ്ട് കേട്ടോ. അതിര് തിരിച്ച് മതില് കെട്ടണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കും. 82 81 60 എന്റെ സഹോദരന്റെ നമ്പർ. ആൾ അസലായിട്ട് മതില് പണിത് തരും കേട്ടോ. സ്നേഹത്തോടെയാണെങ്കിൽ സ്നേഹം മതിലും കെട്ടിത്തരും. എന്റെ ദിവ്യാജിയെ, നിങ്ങൾ കെട്ടിയോനെ സഹോദരനെ പ്രൊമോട്ട് ചെയ്യാതെ ഇവിടുത്തെ പ്രശ്നം എന്താന്നൊക്കെ ഒരു പരിഹാരം പറഞ്ഞിട്ടാ. ഓ, പരിഹാരം. അവിടെ വെള്ളമില്ലേ? ഇല്ല. ഇതിലെ വെള്ളല്ല, വെൽക്കം ഡ്രിങ്ക് ചോദിച്ചില്ലേ, ആ വെള്ളം. കൊണ്ടുവരാം. ഇതാ കുടിച്ചോളൂ. ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞാനിതിനെ പിടിച്ച് കിണറ്റ് തള്ളിയിടുവേ. എന്ത് പന്ത്രാ? ഇന്നെ നല്ല 4 വർത്താനം പറഞ്ഞതാണ്. നിങ്ങളെ ഇവളെ പിടിച്ചൊന്ന് കിണറ്റിലിടണം. അങ്ങോട്ട് മാറി നിൽക്കൂ. ഇത് പിടിക്കൂ. ഇങ്ങ തരൂ. എന്റെ നെഞ്ചത്തോട്ടല്ല, അതിന്റെ അച്ഛൻ തരൂ. ഇത് പിടിക്കൂ. പിടിക്കൂ. എന്നിട്ട് ആ കിണറ്റിലിറങ്ങൂ. ഞാൻ പറയാം. അയ്യോ അയ്യോ, പൂജ കാണാൻ സ്വാമി. പൂജ ചെയ്യണം. ദോഷം, ശാപമുണ്ട്. ശാപം. സഹോദരന് ശാപമുണ്ട്. കുട്ടിക്കാലത്ത് പൊട്ടക്കിണറ്റിൽ കല്ലെറിഞ്ഞൊരു തവള ചത്തിട്ടുണ്ട്. അതിന്റെ ശാപം നിങ്ങളുടെ കെട്ടോന് ധാരാളമായിട്ടുണ്ടാവും. കല്യാണ നിശ്ചയം കഴിഞ്ഞൊരു തവളയായിരുന്നേ. അതിന്റെ ശാപം ദാമ്പത്യ ജീവിതം ലഭിക്കാതെ എന്നും ആ തവളയുടെ കൂടെ പൊട്ടക്കിണറ്റിൽ ഇരിക്കണമെന്നേ അത് ശപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് എന്നും കിണറിലേക്ക് ഇറങ്ങുന്നത്. അയ്യോ, അയ്യോ,
അയ്യോ എടി ഇത് നമ്മൾ വിചാരിച്ച പോലെ നെല്ലടി കാര്യങ്ങള്. ഞാൻ ചന്ദനത്തിരിയായിട്ട് കിണറ്റിലേക്ക് ഇറങ്ങിയില്ലേ, അവിടെ നോക്കുമ്പോ ഒരു വലിയ തോരങ്കടി. അതിലൂടെ ഞാൻ കേറി ചെന്നപ്പോഴോ ഒരു വലിയ വേറൊരു കിണറും. അതിലോട്ട് കേറിയ മേലോട്ടൊക്കെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താന്നറിയാ? എന്താ? അലക്കിക്കൊണ്ടിരിക്കുന്ന സാരളെ, നിന്റെ കെട്ട് നിന്നോട് പൊടങ്ങിട്ട് എങ്ങോട്ടാ പോകുന്നറിയാവോ? എങ്ങോട്ട്? സാരളെ എന്നെ വീട്ടിലേക്കാടി. എന്നാൽ എന്റെ ബ്രിട്ടീഷുകാരെ എന്നോട് ഇച്ചത് വേണ്ടായിരുന്നു. അയ്യോ, പോകുമ്പോഴേ നിങ്ങൾക്ക് തോരങ്കങ്ങളൊക്കെ അടച്ചിട്ട് പോയാ പലവിധ അവിഹിതം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഉരംഗത്തിൽ കൂടിയുള്ള അവിഹിതം ഇതാദ്യമായിട്ടാ. നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ നമ്മുടെ ഐറ്റം വേറേക്ക് കിട്ടിയ ആർട്ടിസ്റ്റുകളാണ് ഈ 3 ചേച്ചിമാർ. ആക്ച്വലി കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ വ്യൂവേഴ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. ഒരു വലിയ കൈയടി നമ്മുടെ ചേച്ചിമാർക്ക്. കമന്റ്സിലേക്ക് നമുക്ക് പോകാം, പക്ഷെ ബിഫോർ ദാറ്റ് പ്രീത ചേച്ചിയുടെ അടുത്ത് ചെറിയൊരു റിക്വസ്റ്റ്. ആ മന്ത്രം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. അത് ശരിക്കുള്ളതാണ്. അണ്ണാക്കട്ട എവിടെ പോന്നു? അപ്പത്തിന് എന്തപ്പം നെയ്യപ്പം എനിക്കും തരുമൊന്നേ. ഇതാണ് സംഭവം നമ്മൾ ഡീകോഡ് ചെയ്ത്. ഇനി നമുക്ക് കമന്റ്സിലേക്ക് പോവാം. പ്രചോദനം തന്നെ സ്റ്റാർട്ട് ചെയ്തോ. രേഷ്മ, ഷിജിന, പ്രീത, ഞാൻ മീനാക്ഷി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. നിങ്ങൾ വന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ നമുക്ക് ജഡ്ജ്മെൻറ്റിനേക്കാൾ ഉപരി നിങ്ങളതിൻ്റെ പാർട്ടാകുന്നതിലൊരു സന്തോഷം ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. സത്യം. കാരണം നിങ്ങൾ പക്ഷേ അതിനെടുക്കുന്ന എഫേർട്ടുണ്ട്. ആ എഫേർട്ട് നിങ്ങൾ 3 പേരും നന്നായിട്ട് പണിയെടുത്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ പറയാം, അതിനകത്ത് ഹ്യൂമർ ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു പ്രസൻസ് ഭയങ്കര രസമാണ്, നിങ്ങളുടെ സ്ലാങ് ഭയങ്കര രസമാണ് അല്ലേ? 3 പേരെ അല്ലേ? ഭയങ്കര രസമുണ്ട്. കാര്യം ഈ മന്ത്രം പോലും ഇപ്പം നമ്മൾ മീനാക്ഷി ചോദിച്ചു റിയൽ സാധനം പറഞ്ഞപ്പോൾ നമുക്ക് ചിരി വന്നു, മറ്റേ സാധനത്തിൽ എന്താണെന്നുള്ള സാധനം നമുക്ക് ചിരി വന്നു. അപ്പം എനിക്ക് തോന്നുന്നു നന്നായിട്ട് പണിയെടുത്താൽ, നന്നായിട്ട് റിഹേഴ്സലൊക്കെ ചെയ്തൊരു സാധനം പിടിച്ചാൽ രസമായിരിക്കും. നല്ല കുറേ സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുന്നത്, ഇത് തുടക്കത്തിൻ്റെ ഒരു യാത്രയുടെ തുടക്കമാണ്. അതൊന്നും നോക്കണ്ട, അടുത്തതിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഈ ഐറ്റം വേറെയിൽ നല്ല ആർട്ടിസ്റ്റുകളായിട്ട് മാറുക എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഒരു നെഗറ്റീവ് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ പ്രസൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. അസിസിക്ക, ഈ സ്കിറ്റ് എഴുതിയതാരാണ്? ഈ സബ്ജക്ട് ഉണ്ടാക്കി പരസ്പരം നോക്കുകയാണ് ഏറ്റെടുക്കാൻ. ഗ്രൂമേഴ്സ് ആണ്. അവർ തന്നതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് 100% നിങ്ങൾ നീതി പുലർത്തിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഐറ്റം വേറെ എന്ന പ്രോഗ്രാം ഒരുപാട് കലാകാരന്മാരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്ലോർ തന്നെയാണിത്. കാരണം ഫ്ലവേഴ്സിലെ ഈ ഷോ എന്ന് പറയുന്നത് നിങ്ങളത് 100% നീതി പുലർത്തിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൗണ്ടറുകളോ ഇതിൻ്റെ ലോജിക്കുകളോ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനോഹരമായിട്ട്, കാരണം ഇങ്ങനെയുള്ള നാട്ടിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കുട്ടികളെയും അവരവരൊക്കെ നോക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും പെർഫോം ചെയ്യുമ്പോൾ ഞാനും പ്രചോദനം പറഞ്ഞു, എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒന്നും നോക്കരുത്, മാർക്ക് നോക്കരുത്, പൈസ നോക്കരുത്, ഒന്നും നോക്കരുത്. നിങ്ങൾ ഗംഭീര പെർഫോമൻസാണ് നിങ്ങൾ ചെയ്തത്. വരും കാലങ്ങളിൽ നല്ല നല്ല പരിപാടികൾ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പൊളിച്ച് മലയാള സിനിമയിലോ നിങ്ങൾക്ക് എവിടെയൊക്കെ കയറാൻ പറ്റുന്നത് പൂർണ്ണ പിന്തുണ ഞങ്ങളിലുണ്ടാവും കേട്ടോ. നിങ്ങൾ 3 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അടിപൊളി. താങ്ക് യു അസീസിക്ക. നസീർക്ക, രണ്ടാമത്തെ പ്രാവശ്യമാണല്ലേ? ആദ്യത്തെ പ്രാവശ്യത്തെ വരവ് ആഗ്രഹമാണ്. ഈ വേദിയിലൊന്ന് വരിക, അവിടെ ഒന്ന് പെർഫോം ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സഫലമായി. രണ്ടാമത്തെ പ്രാവശ്യത്തെ വരവെന്ന് പറഞ്ഞ ആഗ്രഹത്തിനൊപ്പം തന്നെ ഒരു വാശിയും കൂടെ വേണം. അത് ഇവിടെയുള്ള മറ്റുള്ള ടീമുകളൊക്കെ ചെയ്യുന്ന ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിരിയുടെ അംശങ്ങൾ കൂട്ടി പൈസ കൂട്ടി വാങ്ങിച്ച്, മാർക്ക് കൂടുതൽ വാങ്ങിച്ച് പുറത്ത് ഒരുപാട് ആൾക്കാർ സ്വീകരിക്കാൻ തുടങ്ങി. ആ ലെവലിലേക്ക് എത്താനുള്ളൊരു വാശി നിങ്ങൾക്കാകണം. ആ വാശി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ കുറേ ബാലൻസിങ് ഉണ്ട്. ഈ സ്റ്റേജ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഓവർലാപ്പുകൾ വരാമോ, എങ്ങോട്ട് നോക്കണം, ഏതൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ സ്റ്റേജിൽ തന്നെയുണ്ട്. അത് നമ്മുടെ ഗ്രൂമേഴ്സും അവരൊക്കെ പറഞ്ഞു തരും. പിന്നെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പുതുമയുള്ള സബ്ജക്റ്റുകളായിരിക്കണം തിരഞ്ഞെടുക്കുന്നത്. അത് മനോഹരമായിട്ട് ചെയ്യുക, അതിൻ്റെ അകത്ത് നല്ലോണം ചിരികൾ നിറയ്ക്കുക. നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുറഞ്ഞാലും ഒന്ന് സഹിക്കും. മൂന്നാമത്തെ പ്രാവശ്യം ആയിരിക്കണം നമ്മൾ ചിരി പ്രതീക്ഷിക്കും.
നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും ചിരി ആവശ്യപ്പെട്ടത്. ചിരിക്ക് വേണ്ടിയാണ് ഈ ഷോ വെക്കുന്നത്. ഇത് ഐറ്റം വേറെ എന്നുള്ള ഷോ 9:30 ആകുമ്പം വെക്കുന്നത് ചിരി കുറച്ച് നേരം മനസ്സൊന്ന് റിലാക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മുടെ പ്രേക്ഷകർ ഇത് വെക്കുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അങ്ങ് ഓരോ പടികൾ മുമ്പോട്ട് ചവിട്ടും തോറും കയറിയാണ് വരേണ്ടത്. അതിന് ശ്രമിക്കുക. നല്ല രീതിയിൽ 3 പേരും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പ്രാവശ്യം നല്ല സ്കിറ്റ് തിരഞ്ഞെടുക്കുക, നല്ല കൗണ്ടറുകൾ നിറയ്ക്കുക, നല്ല മനോഹരമായ റിഹേഴ്സൽ ചെയ്യുക, ഇവിടെ വന്ന് കളിക്കുക, ഇഷ്ടംപോലെ കാശ് മാറ്റം പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇക്ക. അപ്പൊ നമ്മൾ കമന്റ്സ് കേട്ടു, നല്ല കമന്റ്സ് ആയിരുന്നു അല്ലേ. നമുക്കപ്പോ ഇനി മാർക്കും ചോദിക്കാം, അതുപോലെ നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഞാൻ ഒരു 4000 രൂപ കൊടുത്തു. ഓക്കെ, 4000 ഇക്ക. ഓക്കെ, ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, 4000 രൂപ ഞാൻ തരുന്നു. ഓക്കെ, അപ്പൊ 4 8000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഫൈനൽ റിവീൽ ചെയ്യാൻ പോകുന്നത് അസീസിക്കയാണ്. ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തോളൂ. Yeah, yeah, ഞങ്ങളപ്പോ ഇട്ട് തിരിഞ്ഞേക്കാം. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ചേച്ചിമാരെ കൺഗ്രാചുലേഷൻ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൂടുതൽ ചിരിപ്പിക്കാനായിട്ട് കൂടുതൽ കൗണ്ടറുകളും പഞ്ചുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. Good night.